അങ്ങനെ 9 ടീമുകളുടെ മത്സരത്തിൽ നിന്ന് ഇപ്പോ 2 ടീം ഫൈനലിലേക്ക് വന്നിരിക്കുകയാണ്. ഓൾഡ് വാരിയേഴ്സും പിന്നെ സീസോണും. കുറച്ച് ലാഗായ കാരണം നേരം വെളുത്തു, 7 മണിയായി, ഫൈനലാവാറായി. നമുക്ക് ഓൾഡ് വാരിയറിന്റെ ഒരു പ്ലെയറോട് അവരെ ഇതുവരെയുള്ള ജേണി എക്സ്പീരിയൻസ് ഒന്ന് ചോദിക്കാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ ആദ്യ കളിക്ക് ശേഷം ടീം ശക്തമായിട്ട് തിരിച്ചു വന്നു. ബാക്കിയുള്ള 3 കളികൾ തുടർച്ചയായിട്ട് വിജയിച്ച് ഞങ്ങൾ ഫൈനലിലെത്തി. ഫൈനൽ ജയിച്ച് ഞങ്ങൾ കപ്പടിക്കും എന്നുള്ള ശുഭ വിശ്വാസമുണ്ട്. ഫ്ലഡ് ലൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ്? ഞങ്ങൾക്ക് ആദ്യ കളി, ഫസ്റ്റത്തെ കളി തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു വെളിച്ചത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം ഒരു ഫ്ലഡ് ലൈറ്റ് കളിക്കല്ലേ, അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ഫസ്റ്റ് കളി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിന്റെ താളത്തിലേക്ക് എത്തി, ശക്തമായിട്ട് തിരിച്ചു വന്നു, ഫൈനലിലെത്തി. ആശാൻ എന്താണ് പറയാനുള്ളത്? എല്ലാവരും നല്ല സെറ്റായി കളിച്ചു. ആദ്യ കളിയിൽ നിന്ന് നമ്മള് ടൂർണമെന്റ് കളിക്കാൻ വരുമ്പോൾ, ഒരു ലീഗ് മാച്ചസ് കളിക്കാൻ വരുമ്പോൾ ആദ്യം നമ്മുടെ ടീം തോറ്റു. അതിന് ഞങ്ങളൊരു പാഠം പഠിച്ച് ടീമായിട്ട് ഒത്തിണങ്ങി കളിച്ചു. ഇപ്പോൾ ഫൈനൽ വരെ എത്തി നിൽക്കുകയാണ്. ഫൈനൽ തുടങ്ങാൻ പോവാണ്. അതിൽ ഞങ്ങൾ എന്തായാലും നല്ല വാശിയിൽ കളിച്ച് കപ്പടിക്കുള്ള പരിപാടി ഞങ്ങൾ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, കപ്പടിക്കട്ടെ. ഓൾഡ് വാരിയേഴ്സിന് ആദ്യത്തെ ഒരു കപ്പാവട്ടെ. ഓക്കെ, ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങളുണ്ട്. അടുത്ത ഫൈനലാണ് ഓൾഡ് വാരിയേഴ്സ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഇത്രയും നേരത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞങ്ങളുടെ പൂളിൽ ഉണ്ടായിരുന്ന ടീം തന്നെയാ. ഞങ്ങൾ ഒരു തവണ അവരെ തോൽപ്പിച്ചതാണ്. ഞങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് എല്ലാവരും കളിക്കണേ, കോൺഫിഡന്റ് ആണ്. അതെ, എല്ലാവരും കോൺഫിഡന്റ് ആണ്. എല്ലാവരും കപ്പടിക്കുന്നാണ് പറയുന്നത്. ഞങ്ങൾ തോറ്റിട്ടില്ല, അതുകൊണ്ട് ഇനി ഫൈനലിലും തോക്കാൻ പ്ലാനില്ല. ടീമിന് വേണ്ടി ഏറ്റവും നന്നായി പ്രകടനം കാഴ്ചവെച്ച വല്ലത്തിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് ഫൈനല് കാണാം.